ഹലോ മച്ചാനെ, വെൽക്കം ബാക്ക് ടു ആൻഡ്രോയിഡ് ഗെയിമർ ടി. അപ്പോൾ മച്ചാൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേൾഡ് സോക്കർ ചാമ്പ്യൻസ് എന്ന ഗെയിമിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് നോക്കാം മച്ചാൻ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. മച്ചാനെ നമ്മൾ കുറേ സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മളെ ചാനലൊക്കെ ചെക്ക് ഔട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം മച്ചാനെ. സബ് ചെയ്യാൻ വരും. അപ്പം മച്ചാനെ കയറിയപ്പം ഇതൊക്കെ മെനു മറ്റേ കുറച്ച് ഇതുണ്ട് മച്ചാനെ, കാണാൻ കുറച്ച് നല്ല രസമായിട്ടുണ്ട്. മുന്നേ ഇതുപോലെ അല്ലാന്നാണ് തോന്നുന്നത്. എന്തായാലും നല്ല ഇതുണ്ട്. ഗ്രാഫിക്സിൻ്റെ ഒക്കെ ഒന്നും വലിയ മാറ്റമൊന്നുമില്ല. എല്ലാം ചെറുതായി നല്ല രസത്തിലാക്കിയിട്ടുണ്ട് മച്ചാനെ. പുതിയതായിട്ട് വന്നത് മച്ചാനെ സ്ക്വാഡ് ഫോട്ടോസാണ്. അതാണ് തോന്നുന്നു പുതിയതായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾക്കറിയില്ല, ഞാൻ മുന്നേ ഇത് കണ്ടില്ല, അതുകൊണ്ടാണ് തോന്നുന്നു. എന്തായാലും ഇതെന്താണെന്ന് നോക്കാം മച്ചാനെ. ഇത് മിക്കവാറും കപ്പിൻ്റെ ഒക്കെ ആവാനാണ് ചാൻസ്. അതേ മച്ചാനെ, കപ്പിൻ്റെ തന്നെയാണ് തോന്നുന്നത്. ഇത് ഏഷ്യൻ കപ്പിൻ്റെ കപ്സൊക്കെയാണ്. നമുക്ക് നോക്കാം മച്ചാനെ. ഞാൻ ആകെ കളിച്ച ISലാണ്, അതുകൊണ്ടാണ് അത് മാത്രം കാണിക്കുന്നത്. അടുത്ത നമുക്ക് യൂറോപ്പ് നോക്കാം മച്ചാനെ. യൂറോപ്പിൽ എത്രമാനം ട്രോഫികളാണ് നോക്കുക മച്ചാനെ. ഇത്രയും ട്രോഫിയൊക്കെ യൂറോപ്പിലുണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത് വെച്ചാൽ. അടുത്ത നമുക്ക് നോർത്ത് അമേരിക്ക നോക്കാൻ വെച്ചാൽ. നോർത്ത് അമേരിക്ക അത്ര എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ട്രോഫിയൊക്കെ ഉണ്ട് വെച്ചാൽ. അപ്പം സൗത്ത് അമേരിക്കയിൽ കോപ്പ അമേരിക്കയൊക്കെ ഉണ്ട് വെച്ചാൽ മതി. എല്ലാം ഉണ്ട് വെച്ചാൽ മതി. എന്നാലും നമ്മളത് ആഫ്രിക്കയിൽ പോവും. ആഫ്രിക്കയിൽ ഇത്രയൊക്കെ ക്ലബ്സ് ഉണ്ട്, ഇത്രയൊക്കെ ട്രോഫി ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇത് ഇതാണിപ്പോൾ. ഇത് നാഷണൽ തോന്നുന്നു, ഒളിമ്പിക് മറ്റാണോ തോന്നുന്നു, അറിയില്ല, കറക്റ്റായില്ല പക്ഷേ. അടുത്ത എന്ത് വന്ന് നോക്കാൻ വെച്ചാൽ ഞങ്ങൾക്ക് തോന്നുന്നു പുതിയതായിട്ട് വന്ന സ്ക്വാഡ് ഫോട്ടോസ് മാത്രമാണെന്ന് തോന്നുന്നു. അടുത്ത ട്രോഫിൻ്റെ നാഷണൽ ട്രോഫി കപ്പ്. ഇത്രയാണ് നാഷണൽ. ഇത് ഇൻ്റർനാഷണലും ഇൻ്റർനാഷണൽ ഒന്നുണ്ട്. എനിക്കറിയാത്തതുകൊണ്ടാണ് വെച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് അറിയുന്നതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയതിൽ പുതിയതായിട്ടൊന്ന് സ്ക്വാഡ് ഫോട്ടോ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ക്ലബിൻ്റെതാണ് വെച്ചാൽ. ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ഗ്ലോവും ഒന്നും മാറിയില്ല വെച്ചാൽ. അതിൻ്റെ അതൊക്കെ പഴയ പോലെ ഒരു ട്രോഫി തന്നെയാണ്. പിന്നെ നമുക്ക് ഗെയിം പ്ലേയിൽ പോയേക്കാം വെച്ചാൽ. ഇതൊന്നും വലിയ മാറ്റമില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഗെയിം പ്ലേയിൽ പോയേക്കാം. ഗെയിം പ്ലേയിൽ നമുക്ക് അതിൻ്റെ മെനുവും മാറ്റിയിട്ടുണ്ട് വെച്ചാൽ. ഡീസൻറ്റ് മെനു, അതായത് ലോക്കൽ ഗെയിമും അല്ല, അത്ര ഹൈ ഗ്രാഫിക്സ് ഗെയിമും അല്ല, നല്ല മീഡിയയിലുള്ള ഒരു ഗെയിമാണ് വെച്ചാൽ. മീഡിയം ഗെയിമാണ്. അപ്പം അതിനൊക്കെ ഉള്ള അത്രയുള്ള ഗ്രാഫിക്സൊക്കെ കൊടുത്തിട്ടുണ്ട് വെച്ചാൽ. അത് നല്ലതായിരുന്നു. അത് നല്ല അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ കാണാൻ നല്ല ലുക്കുണ്ട് വെച്ചോനെ ഗെയിമിനൊക്കെ. നമുക്ക് ഇത് ഇൻസ്റ്റാൾ ആവുന്നത് വെയിറ്റ് ചെയ്യാൻ വെച്ചോനെ. അപ്പം സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക വെച്ചോനെ. നിങ്ങൾക്ക് അറിയുന്ന കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. വേൾഡ് സോക്കർ ചാമ്പ്യൻസ് കളിക്കുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കാൻ വെച്ചോനെ. ഇപ്പോൾ ലൈക്ക് അടിക്കാത്തവർക്ക് ലൈക്ക് അടിക്കുക. ഇപ്പോൾ ഇതുവരെ കണ്ട വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ. അങ്ങനെ ഇൻസ്റ്റാൾ ആവാനായിട്ടുണ്ട് വെച്ചാൽ. ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞിട്ട് നോക്കാം വെച്ചാൽ. അങ്ങനെ വെച്ചാൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇത് കുറച്ച് പ്ലീസ് വെയിറ്റ്, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം വെച്ചാൽ. നോക്കാം വെച്ചാൽ. അപ്പം മച്ചാൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ പഴയ പോലെയാണ് ഡിഫിക്കൽട്ടി ലെവല്. അപ്പം നമ്മൾ ഇത് വെറുതെ നോക്കുന്നതുകൊണ്ട് നമുക്ക് ബിഗിനർ കൊടുക്കാൻ വെച്ചാൽ. ഇൻ്റർനാഷണലോട് ഇത്താൽ വലിയൊരു മാറ്റമൊന്നുമില്ല, അതുപോലെ തന്നെയാണ്. ഇതിൽ വലിയ മാറ്റം വരാനില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ക്ലബ്സിൽ പോകാം. ക്ലബ്സും കുറച്ച് മുന്നത്തെ പോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഓർമ്മയില്ല വെച്ചാൽ. മുന്നത്തെ പോലെ തന്നെയല്ലേ, തന്നെയാണോ തോന്നുന്നു. എന്തായാലും വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ടീം എടുത്ത് നോക്കാം. കുറച്ചൊന്ന് സ്കോർ ചെയ്യാം എന്നുവെച്ചാൽ. ഇത്രയും ടീംസൊക്കെ ഉണ്ട്, ഇത്രയും രാജ്യത്തുള്ള ക്ലബ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മച്ചവനെ മുഹമ്മദ് SC, അത് പുതിയതായിട്ട് ISL വരുന്ന ടീമാണെന്ന് വെച്ചവനെ. ഈ സീസണിൽ പുതിയതായിട്ട് വരുന്നത് ആ ടീമിനെ ആഡ് ചെയ്തിട്ടുണ്ട് വെച്ചവനെ. ബാക്കിയൊക്കെ അതേപോലെയാണ്. കോയം കൊടുത്ത ടീം കളിക്കുന്നത് ഹൈറ്റ് റേറ്റഡ് മുംബൈ സിറ്റിയും എരിക്ക മുഹമ്മദാനും. അത് തന്നെയാണ് വെച്ചത്. അപ്പോൾ നമുക്ക്
ആ പുതിയ ക്ലബ്ബ് തന്നെ എടുത്ത് നോക്കാൻ വെച്ചാൽ അവർക്ക് ട്രോഫി ഉണ്ട്. ഇനി കേരളം മാത്രമേ ട്രോഫി അടിക്കാനെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് ഇപ്പോൾ ഡോറൻ്റ് കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഷീൽഡ് അങ്ങ് എടുത്താൽ മതി എന്നാണ് ഞാൻ പറയുന്നത് ഈ സീസണിലെങ്കിലും. നമുക്ക് കാണാൻ വെച്ചാൽ പിന്നെ സെപ്റ്റംബർ 13 മറ്റേ കളി സ്റ്റാർട്ട് ചെയ്യുന്നില്ല ISL. അതൊന്ന് കമൻറ്റ് ചെയ്യുക വെച്ചാൽ ISL എപ്പം തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ. അപ്പം വെച്ചാൽ ഇതൊക്കെ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. ട്രാൻസ്ഫർ ഇൻകം ആക്കിയിട്ടുണ്ട്. ട്രാൻസ്ഫർ ഇതൊന്നും വലിയ മാറ്റം വരുത്തിയിട്ടില്ല തോന്നുന്നു. വാല്യൂ കുറച്ച് കൂടിയെന്നുള്ളത് ട്രാൻസ്ഫർ ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മളെ ഇങ്ങോട്ട് വരുന്ന ട്രാൻസ്ഫർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങോട്ട് പോകുന്നത് ഇൻകമാണ്. പക്ഷേ അതൊക്കെ കുറച്ച് മാറ്റമുണ്ട്. മുന്നേ ഉണ്ടായിട്ടാന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ സെയിം തന്നെയാണെന്ന് തോന്നുന്നു വെച്ചാൽ. പിന്നെ ഗെയിം പ്ലേ എന്താണെന്ന് അറിയില്ല വെച്ചാൽ. ഞാൻ ഗെയിം പ്ലേ ഒന്നും കളിക്കുന്നില്ല വെച്ചാൽ. നമുക്ക് നോക്കാൻ വെച്ചാൽ ബാക്കിയൊക്കെ സെയിം തന്നെയാണെന്ന് തോന്നുന്നു. വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടാന്ന് തോന്നുന്നു വെച്ചാൽ. സ്റ്റേഡിയം മാറ്റുണ്ടോ വെച്ചാൽ സ്റ്റേഡിയം നമുക്ക് നോക്കാനുണ്ടോ വെച്ചാൽ. ഇത് ട്രോഫീൻ്റെ മറ്റാണോ എന്ന് വെച്ചാൽ. ട്രോഫിയൊക്കെ പഴയതുപോലെ തന്നെയാണ്. മച്ചവനെ ഇത് മാറ്റിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഡിവിഷൻ ക്രിയേറ്റഡ് ടോട്ടൽ, അതായത് നമ്മൾ ഇപ്പം ഏതൊക്കെ ടീമിനെ മാനേജ് ചെയ്ത് അതൊക്കെ അവിടെ അടിയിൽ കാണിക്കും വെച്ചാൽ. അത് പുതിയതായിട്ട് വന്നതാണെന്നു. അത് നല്ലൊരു കാര്യം തന്നെയാണ് വെച്ചാൽ. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വേണ്ട. എത്ര ടീമിൽ കളിച്ച് ഏതൊക്കെ ടീമിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് സ്കോർ കളിച്ച പ്ലേയേഴ്സിനൊക്കെ നമുക്ക് കാണാൻ വെച്ചാൽ. അപ്പോൾ ആ പ്ലേയേഴ്സിനൊക്കെ നമുക്ക് പെട്ടെന്ന് മറ്റേ ടീമിലേക്ക് കൊണ്ടുവരാൻ കഴിയും വെച്ചാൽ. അത് നല്ലൊരു ഇതാണ്. അപ്പം വെച്ചാൽ വലിയ ഇതൊന്നുമില്ല. ഇപ്പം ISL 13 ടീമായിട്ടുണ്ട്. അത് ഈ വർഷത്തെ സീസണത്തെയാണോ വെച്ചാൽ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലതായിട്ടുണ്ട് വെച്ചാൽ. അപ്ഡേറ്റൊക്കെ കൊള്ളാം. ഒരു ബഗിട്ടാക്കിയിട്ടില്ല അപ്ഡേറ്റ് ഒന്നും. അപ്പം നമുക്ക് ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ വെച്ചാൽ.